ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചക്കക്കുരു ഉണക്കമീനും കൂടെ തോരൻ വെക്കാം. തോരൻ വെക്കാൻ ആവശ്യമായിട്ട് നമ്മളിന്നിവിടെ ഉണക്കക്കുട്ടനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. നമുക്കിത് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമുക്കിത് 4ആയിട്ട് മുറിച്ചെടുക്കാം. മുറിച്ച ചക്കക്കുരു ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നികരുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. സിമ്മിലിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അരമുറി തേങ്ങ നമുക്ക് ചിരകിയെടുക്കാം. കാന്താരിയും കൂടെ എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇതും കൂടെ കുറച്ച് നമുക്ക് എടുക്കാം. അരപ്പിന് ആവശ്യമായിട്ട് എടുക്കാം. അരപ്പ് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് ഞാൻ ചതയ്ക്കുന്നത്. നമ്മുടെ ചക്കക്കുരു വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്കത് തീ ഓഫാക്കി മാറ്റി വെക്കാം. വേവിച്ച ചക്കക്കുരു നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചക്കക്കുരു ഇട്ടു. അതിലേക്ക് പിന്നെ ഉണക്കമീൻ വെച്ച് കൊടുത്തു. 3-4 പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു. 3-4 അല്ലി വാളംപുളി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തു. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഉണക്കമീൻ ആയതുകൊണ്ട് നമുക്ക് അധികം ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ അവസാനം നമുക്ക് വെന്ത് കഴിയുമ്പോൾ അല്പം ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഈ സമയം ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് എല്ലാം തൂകി കൊടുക്കാം. സ്വാദിഷ്ടമായ നമ്മുടെ ഉണക്കമീനും ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയും പിന്നെ കാണാം.